നമ്മളെ വടക്കൻ വീരകഥയില മമ്മൂക്കാടെ ഡയലോഗ് ഉണ്ട്, ചന്തുവിനെ പലരും പലവട്ടം തോപ്പിച്ചിട്ടുണ്ടെന്ന്. അതേപോലത്തെ ഡയലോഗാ പറയേണ്ടി വരുന്നത്. നൊണേഷൻ പലരെയും പലവട്ടം തോൽപ്പിച്ചിട്ടുണ്ട്, പറ്റിച്ചിട്ടുണ്ട്. ഊട്ടിക്ക് പോണോ? പോവാലോ. കൊടൈക്കനാലിലും പോണോ? പോവാലോ. എങ്ങോട്ടാ പോവേണ്ടത്? CM സാറേ, വണ്ടി മോഡിഫിക്കേഷൻ. ആ CM സാർ CM സാർ ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്തതാ ഇങ്ങനെ അങ്ങ് കൊടുത്ത് എല്ലാവർക്കും. പാവപ്പെട്ട ആ ഇന്ത്യ ഭരിച്ചിരുന്ന ആ ഇന്ദിരാഗാന്ധിക്ക് പോലും കുഴിയിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഉമ്മാരായിട്ട്. ഇന്ദിരയുടെ 5 കരണ്ടി എന്നാ പറഞ്ഞത്. ഇന്ദിരയുടെ 5 കരണ്ടി. എന്ത് കരണ്ടി? വെള്ളിക്കരണ്ടി, പിച്ചളക്കരണ്ടി, ചെമ്പ് കരണ്ടി, പോരാത്തതിന് കളിമണ്ണ് കരണ്ടി. അത് തന്നെ അവസ്ഥ. അവസാനം പറഞ്ഞത് നടക്കൂല. നമ്മളെ പിഷാരടി ജീവിച്ചിരിപ്പുണ്ടോ ആവോ? എല്ലാ ബസ്സിലും കയറി ഇറങ്ങി പറഞ്ഞ് സ്ത്രീകൾക്ക് KSRTC-യിൽ ഫ്രീ യാത്ര, ഫ്രീ യാത്ര, ഫ്രീ യാത്ര. എന്ത് ഫ്രീ? ഓർഡിനറി ബസ്സിൽ മാത്രം ഉണ്ടെന്നാ പറയുന്നത്. കേരളത്തിൽ അതിന് എത്ര ഓർഡിനറി ബസ് ഉണ്ട്? ഇനിയിപ്പോ പ്രൈവറ്റ് ബസ് എടുക്കാൻ പോണെന്നാ പറയണത്. കിട്ടൂല. നമ്മളെ ജെൻസ് പിള്ളേരെ അങ്ങോട്ട് ഊക്കി ആദ്യമേ തന്നെ. എന്താ മോഡിഫിക്കേഷൻ? നിങ്ങള് സ്റ്റിക്കർ ഒട്ടിച്ചോളൂ, സ്റ്റീറിങ് വലത് കൈയുണ്ട് ഇടത് കൈയുണ്ട് ഓട്ടിക്കുക, രാത്രി പോകുമ്പോ 2 ഹെഡ്ലൈറ്റും കാണിച്ചേ പോവാവൂ. എന്തൊക്കെ മോഡിഫിക്കേഷനാ കൊടുത്ത്. പിന്നെ കോളേജ് കുട്ടികൾ, പടച്ചോനെ, ഇന്ദിരാ കരണ്ടി ഉണ്ടമ്മേ. ഞമ്മക്കിന്നി ഫീസൊന്നും അടക്കണ്ട. എത്രയാ? 1000 രൂപ എല്ലാ അക്കൗണ്ടിലും ഇന്ദിരാ കരണ്ടിയിൽ കൊടുക്കും. പിന്നെ ഏത് നമ്മളായമാര ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നാ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും. എന്തോന്നുണ്ടായിരിക്കുമെന്ന്? 21,000 രൂപ ഉണ്ടായിരിക്കുമെന്ന്. എവിടെ ഉണ്ടായി? ആർക്കും ഉണ്ടായില്ല. പിന്നെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപ ഫ്രീ വായ്പ. ഏത് വായിന്നെടുത്ത് കൊടുക്കുമെന്നാ പറയുന്ന? ഇതൊക്കെ പറയുമ്പോ ചിലവന്മാര് പറയും, നിങ്ങളെ കരച്ചിൽ ഇതുവരെ തീർന്നില്ലേ, കരച്ചിൽ ഇതുവരെ തീർന്നില്ലേന്ന്. ഞങ്ങളെ കരച്ചിലും തീർന്ന്, ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. മനസ്സിലായില്ലേ? കുറഞ്ഞത് 1.5 മാസം കൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിനത്തെ കുറിച്ച് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഒരിതുണ്ടായി. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഊമ്പാസ്യ കൊണാസ്യ. കിട്ടൂല, തരൂല, പറ്റിക്കും. പിന്നെ നമ്മളെ ലീഗോളികള് അത് പിന്നെ നോക്കണ്ടല്ലേ. കക്കല്, മുക്കല്, നക്കല്. പിന്നെ ഒരു കെട്ടിപ്പിടുത്ത ഒരു മാഷാല്ലാ അൽഹംദുലില്ലാ സ്വർഗത്തിന്റെ പാതയിലേക്ക് പോകുന്ന ടീം. ഒന്നും പറയണ്ട. ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആരുടെ കാല് തക്കാൻ ഒരു മടിയില്ലാത്ത പാർട്ടിയാ. എന്താ പറഞ്ഞ PM ശ്രീ ഫണ്ട് കേരളത്തിൽ നടപ്പിലാക്കില്ല, അത് RSSും ഇടതുപക്ഷവുമാണെന്ന്. KM ഷാജി ചത്ത, PK ഫിറോസ് ചത്ത, നമ്മളെ എന്താ പറയാ മറ്റേ കെട്ടി വലിച്ചോണ്ട് പോയ ഫാത്തിമ തഹാലിയ ചത്ത. ഇവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇത് നടക്കൂല, PM ശ്രീ ഫണ്ട്. പക്ഷെ ഇവരെല്ലാരും എന്താ പറയാ പെട്ടെന്ന് ചത്തുപോയ ആൾക്കാരാണ്. ഒന്നും പറയാനില്ല. മൊത്തത്തിൽ മൂഞ്ചിച്ച് കൈ കൊടുത്ത് അത് തന്നെ.